ഡ്രീംസ് വ്ലോഗ്. അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു മുട്ടക്കറിയാണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, പിന്നെ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ചെറുള്ളി അരച്ചത്, പിന്നെ ഇവിടെ ഗരം മസാല ഉണ്ട്, പെരുംജീരകം, പെപ്പർ. അപ്പോൾ ഇത് പെരുംജീരകം പൊടിച്ചതാണ്. ഇനി ഇവിടെ മഞ്ഞൾപ്പൊടിയുണ്ട്, ഇവിടെ മല്ലിപ്പൊടിയും ഉണ്ട്, പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ 2 കപ്പ് തേങ്ങാപ്പാല്, തക്കാളി അരിഞ്ഞതുണ്ട്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു കിടിലൻ മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ആയിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്ക് മീഡിയമിലിടാം. ഇനി പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്തിരി പാൻ ചൂടാകട്ടെ. ചൂടൊക്കെ വേണം. ഇത്ര മതി വെളിച്ചെണ്ണ. അപ്പൊ ഈ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഫ്രൈ ചെയ്യാം. മുട്ട എടുക്കുന്നുണ്ട്. അടുത്ത് ചെറിയ പേടിയൊന്നുകൊണ്ടാണ് വെച്ചാൽ ഈ ഒരു ടൂൾ വെച്ചെടുക്കണം. ഓരോ മുട്ട വയ്ക്കാം. ഫ്രൈ ആവണം. മുട്ട ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുരുമുളക് ഇടാം. ഫ്രൈ ചെയ്തെടുത്താണ് ഇതെല്ലാം. ഓക്കെ, ഇനി നമുക്ക് പെരുംജീരകം പൊടിച്ചത് കുറച്ചെടുത്ത് എല്ലാം സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഗരം മസാല. ഇനി നമുക്ക് കുറച്ച് കുറച്ചും കൂടി. അപ്പോൾ നമുക്ക് ഈ മുട്ട തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട അപ്പോൾ നമ്മൾ ഈ മുട്ടയെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ലോണം മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിനി അടുത്ത പാത്രം എടുത്ത് നമുക്കിനി ഇതിൽ കത്തിക്കാം. കത്തിച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം.
അപ്പോൾ ഇവിടെ എണ്ണ നല്ല ചൂടാവുന്നത്, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടാവാൻ. അങ്ങനെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടുന്നു. ഇനി നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 3 തണ്ട് കരിവേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലോണം പച്ചച്ചവ മാറുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് നല്ലോണം മിക്സ് ചെയ്ത് പച്ചച്ചവ പോയി. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇട്ടു. ഞാൻ മിക്സ് ചെയ്തു. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇനി മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഇത് എണ്ണ കുറവാണ്. അപ്പോൾ നമുക്ക് നേരത്തെ മുട്ട ഫ്രൈ ചെയ്ത ആ എണ്ണ നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉള്ളി ഇവിടെ നല്ലോണം അഴിച്ചെടുത്ത് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഫുള്ള് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി പൊടിച്ചതാണ് 2, പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. മുളക് പൊടി ഇനി കുറച്ചും കൂടി ഇടാം. ഇത് നല്ലോണം ഒപ്പിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഈ ഉള്ളിയുടെ പച്ചച്ചവയൊക്കെ മാറി. ഇനി നമുക്ക് കുറച്ച് പെപ്പർ ഇട്ടെടുക്കാം. കുറച്ചിട്ട് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇട്ടുകൊടുക്കാം. കുറച്ചുകൂടി ഇടാം. ഇനി നമുക്ക് പെരും ജീരകം കൊടുക്കാം. കുറച്ചും കൂടി ഇടാം. ഓക്കെ, പെരുംജീരകം ഇട്ടു. കുറച്ചും കൂടി നനഞ്ഞിടാം. ഓക്കെ, നമുക്ക് ഇവിടെ ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. ഗരം മസാല നമ്മൾ ഇട്ടു. ഇനി നമുക്ക് നല്ലോണം ആക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
നല്ലോണം മിക്സ് ചെയ്യും. അപ്പൊ കൂട്ടുകാരെ ഈ തക്കാളിക്ക് ഇച്ചിരി കൂടെ വേകാനായിട്ട് അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. തക്കാളി വേവാനാണ് വെള്ളം ഒഴിച്ച്. ഗൈസ് ഈ തക്കാളി നല്ലോണം ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചെടുക്കാം, ഫുള്ള് ഒഴിച്ചെടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് മുട്ടക്കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറക്കാം. ഇവിടുത്തെ മാറ്റാം. ഇത് നല്ലോണം ശരീരമായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് മുട്ട ഇടാം. അതെടുത്ത് മുട്ട നമുക്ക് ഇങ്ങനെ ഇട്ട് ഇത് ഡയറക്റ്റ്ലി മിക്സ് ആക്കുമല്ല, ഈ മസാല നമ്മൾ ഇതിൽ പുറത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ നിന്നെടുത്ത് നമുക്കിങ്ങനെ മുട്ടയിലോട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കോരാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ചപ്പാത്തി എല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് തിന്നാം. പൊറോട്ടയുടെ കൂടെ വരെ തിന്നാം. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൻ്റെ പേര് മുട്ട റോസ്റ്റ് എന്നാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് തന്നെ അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.